ഹായ് ഹലോ. ഇപ്പോൾ ഗൗരിശങ്കരത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗൗരിശങ്കരത്തിൽ ഇപ്പോൾ ഗംഗയെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഗൗരിയാണ് തൻ്റെ ഭാര്യ. ഗൗരി അല്ലാതെ തൻ്റെ മനസ്സിൽ വേറെ ആരും ഇല്ല എന്ന് ഗംഗയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശങ്കറും ഗൗരിയും കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഇന്ന് നമ്മുടെ ഗൗരിയുടെ പിറന്നാൾ വരാൻ വേണ്ടിയിട്ട് പോവാണ്. അതിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ കാര്യങ്ങൾ പറയുകയും പിന്നെ അതിൻ്റെ മുന്നോടിയായിട്ട് നടക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ഇന്നത്തെ ഗൗരിശങ്കരത്തിൽ എപ്പിസോഡിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ശങ്കറും ഗൗരിയും കൂടി നല്ല പാട്ടൊക്കെ ഇട്ട് നല്ല കോസ്റ്റ്യൂംസൊക്കെ ഇട്ട് ഡാൻസും പാട്ടൊക്കെ ഇട്ട് ഭയങ്കര മേളമായിട്ട് നിൽക്കുകയാണ്. ഗംഗയ്ക്ക് എന്ന് പറയുമ്പോൾ ശങ്കറും ഗൗരിയും കുറച്ചുകൂടി അടുക്കണം. അത് രാധാമണി മഹാദേവനൊക്കെ കാണണം. അങ്ങനെ ഗൗരിയും ശങ്കറും നല്ല ജോഡിയാണെന്ന് അവർക്ക് മനസ്സിലാവണം. പക്ഷെ ശങ്കർ എന്ന് പറയുമ്പോൾ ഗംഗയ്ക്ക് തന്നോട് പ്രണയമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഗൗരിയെ കുറച്ചുകൂടി സ്നേഹിക്കുകയും അങ്ങനെ ആ ഒരു രീതിയിൽ ഗംഗയുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ശങ്കർ ശ്രമിക്കുകയാണ്. അങ്ങനെ ആ ഒരു ഡാൻസും മേളമൊക്കെ ആയിട്ട് ശങ്കർ ഗൗരി നല്ല ആടിപ്പാടി നിൽക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ശേഖരം വന്ന് കളിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ അതിന് തക്ക മറുപടി നമ്മുടെ ശങ്കർ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സംഭവങ്ങൾ നിൽക്കുമ്പോൾ അവിടെ ഗൗരിയുടെ പിറന്നാൾ ആഘോഷിക്കണം, നല്ല ഗ്രാൻഡായിട്ട് എല്ലാ വർഷത്തെയും പോലെ ആഘോഷിക്കണം എന്നൊക്കെ അവിടെ മുത്തശ്ശിക്ക് ആഗ്രഹമുണ്ട്. ആ ഒരു കാര്യം മുത്തശ്ശി പറഞ്ഞപ്പോൾ ഇവിടെ ആരതിയും ശ്യാമും അത് എതിർത്തു. ആരതി പറയുന്നത് ഒരിക്കലും അങ്ങനെ ഇത് നടത്തേണ്ട ആവശ്യമില്ല. എന്നെ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും വലുതാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഗൗരിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ പാടില്ല എന്ന് തന്നെ അവിടെ ആരതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗൗരിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ പാടില്ല എന്ന് ശ്യാമപ്രസാദും പറഞ്ഞു. ആ സങ്കടത്തിലാണ് മുത്തശ്ശി. എന്നാൽ മുത്തശ്ശിയുടെ ഈ ഒരു സങ്കടം കണ്ടപ്പോൾ വേണിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് മുത്തശ്ശി നന്ദിനിയമ്മയൊക്കെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് വേണി പറയുന്നത് എന്തായാലും ഞാനത് ശരിയാക്കാം മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ വേണി ശങ്കറിനെ വിളിച്ചു. ശങ്കറിനെ വിളിച്ചതിന് ശേഷം ശങ്കറിനോട് കാര്യം പറയുവാണ്. ഏട്ടാ ഇതേപോലെയാണ്, ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്, ഗൗരിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ്. എന്നാൽ ആരതിയോ അവിടെ പ്രൊഫസർ ആരും സമ്മതിക്കുന്നില്ല. ഇനി എന്ത് ചെയ്യും? ഇവിടെ എല്ലാവരും എല്ലാ പ്രാവശ്യവും ഗൗരിയുടെ പിറന്നാളിന് അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം നല്ല ഗ്രാൻഡായിട്ട് സദ്യയൊക്കെ വെച്ച് ഒരു ഓണം ആഘോഷിക്കുന്നത് പോലെ നല്ല ആടിത്തിമിർത്ത് നല്ല പൊളിയായിട്ടാണ് ഇവിടെ ഗൗരിയുടെ പിറന്നാൾ ആഘോഷിക്കുന്നത്. എന്നാൽ അതുപോലെ ആഘോഷിക്കാൻ പറ്റാത്ത സങ്കടവും മുത്തശ്ശിക്കൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ ശങ്കർ പറയുന്നത് എനിക്കറിയാം, ഇത് ഗൗരി എൻ്റെ ജീവിതത്തിലോട്ട് വന്നതിന് ശേഷം ചാരങ്ങാട്ടോട്ട് വന്നതിന് ശേഷം ആദ്യത്തെ പിറന്നാളാണ്. അത് എന്തായാലും വലിയ ഗ്രാൻഡായിട്ട് അടിച്ചു പൊളിക്കാൻ തന്നെ ഞാനും തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീ പേടിക്കേണ്ട ആവശ്യമില്ല വേണുമോളെ. ഇവിടെ നല്ല ഗ്രാൻഡായിട്ട് ഡാൻസും പാട്ടും മേളവും പിന്നെ വെടിക്കെട്ടൊക്കെ ആയിട്ട് നല്ല പൊടിക്കാം. പക്ഷേ അവിടെ നിന്ന് പ്രൊഫസറിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരെയും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ചുമതല നിനക്കാണ് എന്നവിടെ ശങ്കർ വേണിയോട് പറയുവാണ്. എന്തായാലും ഗൗരിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നല്ലതുപോലെ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കാര്യം വീട്ടിൽ അവതരിപ്പിച്ച് അവരെ കൊണ്ട് സമ്മതിപ്പിക്കണം എന്നാണ് ശങ്കർ വിചാരിക്കുന്നത്. എന്നാൽ ശങ്കറിൻ്റെയും ഗൗരിയുടെ ഈ ഒരു പ്രണയ നിമിഷങ്ങളൊക്കെ കണ്ടിട്ട് ഗംഗയോട് തന്റെ പ്രണയം പറയാൻ പോയിട്ടും ഒന്നും നടക്കാതെ വന്ന ശേഖരൻ റൂമിലൊന്ന് കിടക്കാൻ നോക്കുമ്പോൾ ഗംഗയുടെ പിറകെ നിങ്ങൾ എന്തിനാ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കമല ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും കമലയെ കുറ്റപ്പെടുത്തി കമലയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ശേഖരൻ നല്ല തക്ക മറുപടി കൊടുക്കുകയും നീ മര്യാദയ്ക്ക് നടന്നില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് വിഷം തന്ന് കൊന്നുകളയും എന്ന് കമലയുടെ ഭാഗത്ത് നിന്ന് ഭീഷണിയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് കമലയെ ശേഖരൻ ഇപ്പോഴും ചെറിയൊരു പേടിയുണ്ട്. അങ്ങനെ എല്ലാവരോടും കൂടി ശങ്കർ ഈ ഒരു കാര്യം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ അവിടെ നമ്മുടെ രാധാമണിയുണ്ട്, ഗംഗയുണ്ട്, പിന്നെ മഹാദേവനും ശേഖരനും കമലയും പിന്നെ എല്ലാവരും രാധാമണിയൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. അവരുടെ കൂടെ പറയുകയാണെങ്കിൽ ഗൗരിയുടെ പിറന്നാൾ വരാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ ഒരു പിറന്നാൾ ഞാൻ വലിയ ഒരു ഗ്രാൻഡായിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം കേട്ടിട്ട് രാധാമണിക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ നിന്റെ ഭാര്യയുടെ പിറന്നാൾ നിനക്ക് ആഘോഷിക്കണമെങ്കിൽ നീ ആഘോഷിച്ചോ, അത് ഞങ്ങളടുത്ത് പറയേണ്ട ആവശ്യം എന്തോന്നുള്ള രീതിയിൽ, അതായത് അവിടെ ഒരു അന്യയായിട്ടാണ് ഗൗരിയെ കാണുന്നത് എന്നുള്ള രീതിയിലാണ് രാധാമണി സംസാരിച്ചത്. ഇതൊന്നും ഇഷ്ടപ്പെടാതെ ശങ്കർ രാധാമണിക്ക് നല്ല തക്ക മറുപടി കൊടുക്കുകയും എന്നിട്ട് ഗൗരിയുടെ പിറന്നാൾ ഞാൻ എന്തായാലും ഗ്രാൻഡായിട്ട് ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്, നിങ്ങൾ ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാനത് ചെയ്യും എന്ന് തന്നെ ശങ്കർ പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്തായാലും ഇതിന് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാധാമണിയും ശേഖരനും ഒരു ചോദ്യം അങ്ങോട്ട് മുന്നോട്ട് വെച്ചപ്പോൾ
അവിടെ കമല വന്ന് പറഞ്ഞത് എന്തായാലും അച്ഛൻ സമ്മതിക്കും, അച്ഛൻ സമ്മതിക്കത്തില്ല എന്ന് അമ്മയോട് ആരാ പറഞ്ഞത്, അച്ഛൻ എന്തായാലും ഗൗരിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് സമ്മതമാണ് എന്ന് പറഞ്ഞപ്പോഴും മഹാദേവൻ മിണ്ടാതെ തന്നെ ഇരുന്നു. ഇതെല്ലാം കേട്ട ഉടനെ തന്നെ ഗൗരിയും പറയുന്നുണ്ട്, ശങ്കർ മിണ്ടാതിരിക്കുക, വേണ്ട, ഇതൊന്നും വേണ്ട, ഗ്രാൻഡ് ആയിട്ടൊന്നും ആഘോഷിക്കേണ്ട, ഒന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ശങ്കർ എന്തായാലും അതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറല്ല. അതിന്റെ കൂടെ തന്നെ ഗൗരിയോട് ഗംഗയും പറയുവാണ്, ഗൗരി നീ ഇങ്ങനെ നെഗറ്റീവ് അടിക്കാതെ, എന്തായാലും നമുക്ക് പിറന്നാൾ ആഘോഷിക്കാനായിട്ട് ശങ്കറിന്റെ ഒരു ആഗ്രഹമല്ലേ, അത് നീ നടത്തി കൊടുക്കുക എന്നാണ് അവിടെ ഗംഗയും ഗൗരിയോട് പറഞ്ഞത്. അങ്ങനെ അവസാനം ശങ്കർ പറയുകയാണ്, ഇപ്പോൾ അച്ഛൻ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും എന്ത് സംഭവിച്ചാലും ഞാൻ ഈ ഒരു പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു, അതുകൊണ്ട് തന്നെ നല്ല ഗ്രാൻഡ് ആയിട്ട് ആഘോഷിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ശേഖരനും രാധാമണിയും പറയുന്നത് അവിടെ മഹാദേവൻ സമ്മതിക്കത്തില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു പിറന്നാൾ നല്ല ഗ്രാൻഡായിട്ടൊന്നും ആഘോഷിക്കാൻ പറ്റത്തില്ല, ആഘോഷമേ നടക്കത്തില്ല എന്നാണ് അവിടെ രാധാമണിയും അവിടെ ശേഖരനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇവരെ എല്ലാവരെയും തകർത്തുകൊണ്ടായിരുന്നു മഹാദേവന്റെ ആ തീരുമാനം. ഗൗരിയുടെ പിറന്നാൾ ശങ്കർ പറഞ്ഞതുപോലെ ഗ്രാൻഡായിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഞാനും തീരുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഒരു ശങ്കറിന്റെ തീരുമാനത്തോട് ഞാൻ യോജിക്കുന്നു എന്നാണ് അവിടെ മഹാദേവൻ പറഞ്ഞത്. ഇനി ഇതിന് മുന്നോടിയായിട്ട് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഗൗരിയുടെ ആ ഒരു പിറന്നാൾ ആഘോഷത്തിന്റെ ഇടയിൽ പല സംഭവങ്ങളും നടക്കാനുള്ള സാധ്യതകളുണ്ട്. ഗൗരിയെ കൊല്ലാനുള്ള ഒരു നീക്കങ്ങളും രാധാമണിയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഗൗരിയെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുവാണ്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.